നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 68ാമത് റിപ്പബ്ലിക് ദിനാഘോഷം ജില്ലയിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മതേതരത്വം ജനാധിപത്യ സങ്കല്പത്തിന്റെ ഉജ്ജ്വല മൂല്യങ്ങളിലൊന്നാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കേരള മഹിളാ സംഘം കാസർഗോഡ് ജില്ലാ പഠന ക്യാമ്പ് നുള്ളിപ്പാടിയിൽ സമാപിച്ചു. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി മേൽപ്പാലം സ്ഥലം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി. നാട്ടുകാർക്ക് ദുരിതപർവം തീർത്ത് മഞ്ചേശ്വരം മല്ലുക്കുതി റോഡ് ശോചനീയാവസ്ഥയിൽ. സൗജന്യ വയറിംഗ് സേവനവുമായി കാസർഗോഡ് ഇലക്ട്രിക്കൽ ഡിവിഷൻ ജീവനക്കാർ. വാർത്തകൾ വിശദമായി. രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷ ലഹരിയിൽ. ഭാരതത്തിന് ശക്തവും കെട്ടുറപ്പുള്ളതുമായ അടിത്തറ പാകിയ ഭരണഘടനയ്ക്ക് 68 വയസ്സ്. ജില്ലയിൽ വിവിധ പരിപാടികളോടെ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ആഘോഷ ചടങ്ങിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ദേശീയ പതാക ഉയർത്തുന്നു. ബേഡകം പോലീസ് SI മുകുന്ദൻ നയിക്കുന്ന ലോക്കൽ പോലീസ് പരേഡും TP സുധ നയിക്കുന്ന വുമൻ പോലീസ് പരേഡും വിവിധ സ്കൂളുകളിലെ NCC വിദ്യാർത്ഥികളുടെ പരേഡും ഗ്രൗണ്ടിൽ അരങ്ങേറി. മുകുന്ദൻ SI ബേഡകം പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന ലോക്കൽ പോലീസ് ശ്രീമതി സുധ TP വുമൺ SI കാസർഗോഡ് സ്റ്റേഷൻ നയിക്കുന്ന വുമൺ പോലീസ്. സീനിയർ ഡിവിഷൻ NCC Navodia Peria. ജവഹർ നവോദയ പെരിയ. പി കരുണാകരൻ MP, MLA മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുറസാഖ്, കളക്ടർ ജീവൻ ബാബു, ജില്ലാ പോലീസ് മേധാവി KG സൈമൺ തുടങ്ങിയവർ സംബന്ധിച്ചു. മതേതരത്വം ജനാധിപത്യ സങ്കല്പത്തിന്റെ ഏറ്റവും ഉജ്ജ്വല മൂല്യങ്ങളിലൊന്നാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കാസർഗോഡ് നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതരത്വം ജനാധിപത്യ സങ്കല്പത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ മൂല്യങ്ങളിലൊന്നാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. കാസർഗോഡ് നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ആഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതത്തിന്റെയോ ജാതിയുടെയോ പേരിലുള്ള വിവേചനം ഭരണഘടന അനുവദിക്കുന്നില്ല. ജനാധിപത്യം എന്ന വാക്കുകൊണ്ട് ഭരണഘടന വ്യക്തമാക്കുന്നത് പാർലമെന്ററി ജനാധിപത്യമാണ്. എല്ലാ വിഭാഗങ്ങളുടെയും ശബ്ദം ഉയർന്നു കേൾക്കുന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് നമ്മുടെ ജനപ്രതിനിധി സഭകൾ. ജനാധിപത്യത്തിൽ ഭരണം സ്നേഹപൂർവമായ സമ്മർദ്ദം കൊണ്ടാണ് നടത്തേണ്ടത്.
നിർബന്ധപൂർവമായ ശാസനമുണ്ടല്ലോ. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഭിന്ന അഭിപ്രായങ്ങൾക്ക് സഹിഷ്ണുതയ്ക്കും ഭരണഘടന പ്രാമുഖ്യം നൽകുന്നുണ്ട്. റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ സമത്വത്തിൽ അധിഷ്ഠിതമായ ദേശരാഷ്ട്രമാണ്. ഏകാധിപത്യത്തിനും അരാജകത്വത്തിനും ഏകസ്വരതയ്ക്കും റിപ്പബ്ലിക്കിൽ സ്ഥാനമില്ല. ബഹുസ്വരതയുടെ പുണ്യഭൂമിയാണ് നമ്മുടെ റിപ്പബ്ലിക്. ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങൾക്കെല്ലാം ആയുധം സ്നേഹമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ പി കരുണാകരൻ MP, MLA മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, K കുഞ്ഞിരാമൻ, M രാജഗോപാലൻ, കളക്ടർ ജീവൻ ബാബു, ജില്ലാ പോലീസ് മേധാവി KG സൈമൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം തുടങ്ങിയവർ സംബന്ധിച്ചു. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും വിനോദ പരിപാടികളും സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരസഭാ മൈതാനത്ത് നടന്ന പരേഡ് മാർച്ചിന് ശേഷമായിരുന്നു പരിപാടികൾ അരങ്ങേറിയത്. 68ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭാ മൈതാനത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ജില്ലാ പോലീസ് മേധാവി KG സൈമൺ നേതൃത്വം നൽകുന്ന പോലീസ് ടീമും വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന വ്യാപാരികളുടെ ടീമും തമ്മിൽ വടംവലി മത്സരം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികളുടെ ടീമും ജില്ലാ കളക്ടർ ജീവൻ ബാബു നേതൃത്വം നൽകുന്ന ടീമും തമ്മിൽ സൗഹാർദ്ദ മത്സരം നടന്നു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ യോഗ പ്രദർശനവും സംഘടിപ്പിച്ചു. കാണികളെ ആവേശഭരിതമാക്കി ശിങ്കാരിമേളവും ചടങ്ങിന്റെ മാറ്റു വർദ്ധിപ്പിച്ചു. സൗഹാർദ്ദ മത്സരത്തിൽ നിരവധി ടീമുകൾ പങ്കെടുത്തു. ധീരജവാന്മാർക്ക് പ്രണാമമർപ്പിച്ച് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. തെക്കിൽപ്പറമ്പ ഗവൺമെന്റ് UP സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ റിട്ടയർഡ് ജവാൻ കാനത്തൂർ നാരായണൻ നമ്പ്യാർ പുഷ്പചക്രം സമർപ്പിച്ചു. വാർഡ് മെമ്പർ സുകുമാരൻ നാലിങ്കാൽ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ചു. തുടർന്ന് ഹെഡ്മാസ്റ്റർ AJ പ്രദീപ് ചന്ദ്രൻ പതാക ഉയർത്തി. ചടങ്ങിൽ PTA പ്രസിഡന്റ് M ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. മധുസൂദനൻ നായർ, സിദ്ദിഖ് ചട്ടഞ്ചാൽ, വന്ദന വിജയൻ, TK ശ്രീധരൻ, കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള മഹിളാ സംഘം കാസർഗോഡ് ജില്ലാ പഠന ക്യാമ്പ് നുള്ളിപ്പാടിയിൽ സംഘടിപ്പിച്ചു. മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P വസന്തം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള മഹിളാ സംഘം കാസർഗോഡ് ജില്ലാ പഠന ക്യാമ്പാണ് നുള്ളിപ്പാടി AITUC ഓഫീസിൽ സംഘടിപ്പിച്ചത്. മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P വസന്തം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ തന്നെ ഏകദേശം 28% സ്ത്രീകൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവരൊക്കെ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ മനുഷ്യനെപ്പോലെ തുല്യതയോടുകൂടി ജീവിക്കാനുള്ള അവകാശം തങ്ങൾക്കും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രത്യാശയുടെ ഭാഗമായിട്ട്, ഒരു പ്രതീക്ഷയ്ക്ക്
ഓടൊപ്പമായിരുന്നു ഈ സ്ത്രീകളെല്ലാം തന്നെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൊക്കെ തന്നെ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് അല്ലേ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായിട്ടുള്ള ദിവസമാണ്. ജില്ലാ പ്രസിഡന്റ് ഇ മാലതി അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് കമല സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി പി ഭാർഗവി, എൻ യമുന, മേരി ജോർജ്, ലിജു അബൂബക്കർ, ബീന രത്നാകരൻ, എം ലക്ഷ്മി, പി മിനി, എം ഹസൈനാർ തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റിക്കോൽ തീർത്ഥങ്കരയിലെ വട്ടിൻ്റെ വീട് സൗജന്യമായി വൈദ്യുതീകരിച്ച് കാസർഗോഡ് ഇലക്ട്രിക്കൽ ഡിവിഷനിലെ ജീവനക്കാർ. സംസ്ഥാന സർക്കാരിൻ്റെ സമ്പൂർണ്ണ വൈദ്യുതി പദ്ധതിയുടെ ഭാഗമായാണ് ജീവനക്കാർ സൗജന്യമായി വയറിംഗ് ജോലികളെല്ലാം പൂർത്തീകരിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതിയുടെ ഭാഗമായാണ് കാസർഗോഡ് ഇലക്ട്രിക്കൽ ഡിവിഷനിലെ ജീവനക്കാർ സൗജന്യ വയറിംഗ് ജോലികൾ നടത്താൻ രംഗത്ത് വന്നത്. ഇതിൻ്റെ ഭാഗമായി കുറ്റിക്കോൽ പഞ്ചായത്തിലെ തീർത്ഥങ്കരയിലെ വട്ടിൻ്റെ വീട്ടിലെ വയറിംഗ് ജോലികൾ ജീവനക്കാർ സൗജന്യമായി ചെയ്തു തീർത്തു. ഇതിനായുള്ള സാമ്പത്തികം ജീവനക്കാർ സ്വരൂപിച്ചു. തുടർന്ന് കാസർഗോഡ് ഇലക്ട്രിക്കൽ ഡിവിഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മോസസ് രാജ്കുമാർ സ്വിച്ചിടൽ കർമ്മം നിർവഹിച്ചു. ഇത്ര ഒരു ഉത്സാഹപൂർവ്വം ജനങ്ങളെ സഹായിക്കുക എന്നുള്ള ദൗത്യത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുന്ന ഈ പരിപാടി തീർച്ചയായിട്ടും ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഈ വിധത്തിലുള്ള സഹായ ഹസ്തം ഈ നമ്മുടെ ഏറ്റവും പാവപ്പെട്ടവരുടെ ഈ ഉന്നത വിജയത്തിനു വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും സഹായിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു കാര്യം തന്നെയാണ്. വാർഡ് മെമ്പർ മണികണ്ഠൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സുരേന്ദ്ര, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നാഗരാജ് ഭട്ട്, കെ ഭാസ്കരൻ, മുരളീധരൻ, കെ ശ്രീനിവാസൻ, എം മോഹനൻ, കെ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുന്നറിയിപ്പില്ലാതെ കരാറുകാരൻ റോഡ് നവീകരണ പ്രവൃത്തി നിർത്തിവെച്ചതോടെ ദുരിതത്തിലായി നാട്ടുകാർ. മഞ്ചേശ്വരം KGM മല്ലുക്കുതി റോഡാണ് ശോചനീയാവസ്ഥയിലായത്. റോഡിനടുത്ത് താമസിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നത്. ശോചനീയാവസ്ഥയിലായിരുന്ന മഞ്ചേശ്വരം KGM മല്ലുക്കുതി റോഡിന്റെ പണി പൂർത്തീകരിക്കുന്നതിനിടെ നാട്ടുകാർ ഇടപെട്ടതാണ് കരാറുകാരൻ പണി നിർത്തിവെച്ച് ഇത്തരമൊരു ദുരവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത്. റോഡ് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം സൃഷ്ടിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. കോട്ടച്ചേരി മേൽപ്പാലം യാഥാർത്ഥ്യത്തിലേക്ക്. മേൽപ്പാലത്തിനായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി. 25 പേരുടെ സ്ഥലമാണ് ഏറ്റെടുത്തത്. ഇതിൽ 2 പേർ സമ്മതപത്രം നൽകിയിട്ടില്ല. ഇവരെ മാറ്റി നിർത്തി 31 രജിസ്ട്രേഷനാണ് നടന്നത്. ഒന്നിലേറെ പേർക്ക് 2-ലധികം പ്ലോട്ടുകൾ ഉള്ളതിനാലാണ് രജിസ്ട്രേഷൻ എണ്ണം കൂടിയത്. 22 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. ഇതിനായി 22 കോടി രൂപയാണ് സർക്കാർ കൈമാറിയത്. സമ്മതപത്രം നൽകാത്തവരുടെ സ്ഥലത്തിന്റെ തുകയായ 4 കോടിയോളം രൂപ മാറ്റിവെക്കും. രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ തീരുന്ന മുറയ്ക്ക് ചെക്കുകൾ കൈമാറുമെന്ന് ആക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ A. ഹമീദ് ഹാജി പറഞ്ഞു. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ആദ്യം സർക്കാരിലേക്കും പിന്നീട് റെയിൽവേ, ബ്രിഡ്ജസ് ആൻഡ് കോർപ്പറേഷനിലേക്കും മാറ്റും. ഇന്ത്യ വർഗീയവാദികളുടേതല്ല എന്ന വിഷയത്തിൽ ചെറുവത്തൂർ യുവജന സെമിനാർ. DYFI ജില്ലാ കമ്മിറ്റിയായിരുന്നു സംഘാടകർ. സംഘടനയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥമായിരുന്നു പരിപാടി. യുവജന സെമിനാർ DYFI സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. 1975 ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി. 1975 ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ രാജ്യത്തെമ്പാടും 2000-ഓളം വരുന്ന RSS പ്രവർത്തകന്മാരെയും അറസ്റ്റ് ചെയ്തു. അതൊരു വസ്തുതയാണ്, അതൊരു ഫാക്റ്റാണ്, ഉള്ള തന്നെയാണ്. പക്ഷെ അന്ന് നിങ്ങൾ ചെയ്തെന്താ? ബാബ ദേവരസ് എന്ന നിങ്ങളുടെ ഭൗതികാചാര്യൻ, സർസംഘ ചാലക് ബാബ ദേവരസ്, ആ ബാബ ദേവരസ് ഇന്ദിരാഗാന്ധി കത്തെഴുതി ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ചു. ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ചു എന്ന് മാത്രമല്ല, ഇന്ദിരാഗാന്ധി ഭരണത്തെ പാടിപ്പുകഴ്ത്തി. ഇതുപോലെ ഭരണം ഈ രാജ്യം കണ്ടിട്ടില്ല. ഇന്ദിരാഗാന്ധി വാനോളം പുകഴ്ത്തിക്കൊണ്ട് അവസാനം അവർ വീണ്ടും ഒരു കത്തെഴുതി പറഞ്ഞു, രാജ്യത്തെമ്പാടും സംഘത്തിന്റെ 2000-ഓളം പ്രവർത്തകന്മാർ ജയിലിനകത്ത. അതുകൊണ്ട് ആ 2000-ഓളം വരുന്ന സംഘപ്രവർത്തകന്മാരെ തുറന്നുവിടണം. ഞങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരെ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞ് അന്നും കത്തെഴുതി സംഘത്തിന്റെ പ്രവർത്തകന്മാർ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകന്മാർ 1977 പുറത്തു വന്നു. ഇതാണ് ചരിത്രം. ഇവരായിപ്പം പറയുന്ന ഞങ്ങൾ പോരാടി പൊരുതി, എന്തോ അലക്കിയാണ് നിങ്ങൾ പോരാടിയത്. ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി K. മണികണ്ഠൻ, CJ സജിത്ത്, രേവതി കുമ്പള, K. സബീഷ്, M. രാജീവൻ,
കെ രാജു എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചെറുവത്തൂരിൽ യുവജന സെമിനാർ നടന്നത്. ഹെൽത്ത് ലൈൻ കാസർഗോഡിനെയും ജില്ലാ TB സെന്റർ, ചന്ദ്രഗിരി ക്ലബ്ബ് മേൽപ്പറമ്പ് തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പോസ്റ്റർ പ്രകാശനവും അനുമോദനവും പോഷകാഹാര കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ക്ഷയരോഗ വിമുക്ത ഭാരതത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ ക്ഷയരോഗ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ക്ഷയരോഗ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് ഇത്തരമൊരു സംരംഭം. കാസർഗോഡ് സ്പീഡ്വേ ഇൻ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും പോസ്റ്റർ പ്രകാശനവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. ഇതൊരു TB രോഗികൾ മാത്രം ക്ഷയരോഗത്തിൻ്റെ മാത്രം ആയി കാണാതെ ആരോഗ്യപരമായ ഓരോ ചടങ്ങുകളും സദസ്സുകളും നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ട നിലയിലേക്ക് കേരളം പോവുകയാണ്. ഇന്ന് പഴയതുപോലെ കേരളം പട്ടിണിയും പെരുവട്ടവുമായി എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു കാലം പണ്ടുണ്ടായിരുന്നു. ഇന്ന് മലയാളി സമൂഹം നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് രോഗാതുരമായ ഒരു മനസ്സുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്. ആ നിലയിലായിപ്പോയി. ആ നിലയിൽ ആശങ്കയോട് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. കാസർഗോഡ് DTO ഡോക്ടർ ആമിന മുണ്ടോൾ അധ്യക്ഷത വഹിച്ചു. DLSA ആൻഡ് സബ് ജഡ്ജ് സെക്രട്ടറി ഫിലിപ്പ് തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം കിറ്റ് വിതരണം നടത്തി. പരിപാടിയിൽ റിക്കി കൃഷ്ണൻ, CA അഷ്റഫ് തെക്കിൽ, അനൂപ് ജേക്കബ്, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. കുഡ്ലു ഗുഡ്ഡെ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ വാർഷികോത്സവം നടന്നു. ബ്രഹ്മശ്രീ ഉച്ചില പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ഉത്സവ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഭൂതബലി ഉത്സവവും രക്തേശ്വരി ഗുളികക്കോലവും ജനുവരി 27 നടക്കും. ബ്രഹ്മശ്രീ ഉച്ചില പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിലായിരുന്നു വാർഷികോത്സവം നടന്നത്. ഗണപതി ഹോമം, നവകാഭിഷേകം തുടങ്ങിയ പൂജകളാണ് ഉത്സവത്തോടനുബന്ധിച്ച് നടന്നത്. തുലാഭാര സേവ, മഹാപൂജ, വഴിപാട് കൂട്ടം തുടങ്ങി കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ഉത്സവത്തോടനുബന്ധിച്ചുള്ള രക്തേശ്വരി ദൈവവും ഗുളികന്റെ കോലവും ജനുവരി 27 വെള്ളിയാഴ്ച നടക്കും. ഓടക്കുഴൽ അവാർഡ് ജേതാവ് MA റഹ്മാന് ആദരം. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ MA റഹ്മാനെ കാഞ്ഞങ്ങാട്ടെ പൗരാവലി ആദരിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറമാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ലോകശ്രദ്ധയിലെത്തിച്ച എഴുത്തുകാരനാണ് MA റഹ്മാൻ. അരജീവിതങ്ങളുടെ സ്വർഗം ഉൾപ്പെടെയുള്ള ഡോക്യുമെന്ററികളും ശ്രദ്ധേയമായിരുന്നു. ഡോക്ടർ MA റഹ്മാൻ ലഭിച്ച ഓടക്കുഴൽ പുരസ്കാരം അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്ന് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ പ്രവർത്തകൻ രവീന്ദ്രൻ കൊടക്കാട് പറഞ്ഞു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പ്രസ് ഫോറത്തിന്റെ ഉപഹാരം കൈമാറി. പ്രസ് ഫോറം പ്രസിഡന്റ് K ബാബു അധ്യക്ഷനായി. നിരൂപകന്മാരായ EP രാജഗോപാലൻ, വത്സൻ പിലിക്കോട്, കണ്ണൂർ സർവകലാശാല മലയാള വിഭാഗം തലവൻ AM ശ്രീധരൻ, പ്രസ് ഫോറം സെക്രട്ടറി EV ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ MA റഹ്മാൻ മറുപടി പ്രസംഗം നടത്തി. ഉദിനൂർ ജ്വാല തിയേറ്റേഴ്സിന്റെ തെരുവ് നാടകം ചാവേറുകൾ അവതരണം കൊണ്ടും ബോധവൽക്കരണ സന്ദേശത്തിലൂടെയും ജനമനസ്സുകളിൽ ഇടം പിടിച്ചു. ഡിഫ്തീരിയ എന്ന രോഗത്തിന്റെ വ്യാപനത്തിനെതിരെ വിവിധ മതവക്താക്കൾ അയച്ചുവിടുന്ന കുപ്രചരണങ്ങൾക്കെതിരെയാണ് നാടകം വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ ഞങ്ങൾ കലാകാരന്മാരാണ്, നാടക പ്രവർത്തകർ. ഞങ്ങൾ സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യും. ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ യാഥാസ്ഥിതികന്മാർ യാഥാസ്ഥിതിക സമൂഹം സൃഷ്ടിച്ച് അവർ മെനയുന്ന ചിലന്തിവലകളിൽ സമൂഹത്തെ കുടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം നാടകത്തിലൂടെ ജ്വാലയിലെ കലാകാരന്മാർ വരച്ചു കാട്ടുന്നു. അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാൻ മന്ത്രവാദമോ ആഭിചാരക്രിയകളോ അല്ല വേണ്ടതെന്നും ആവശ്യമായ ചികിത്സയാണ് നൽകേണ്ടത് എന്നും നാടകം പറയുന്നു. വസൂരിയും പോളിയോയും നിർമ്മാർജ്ജനം ചെയ്തത് മന്ത്രവാദമല്ലെന്നും
മറിച്ച് ആരോഗ്യവകുപ്പിന്റെ തക്കതായ ഇടപെടലുകൾ നിമിത്തമാണെന്നും സമർത്ഥിക്കുമ്പോഴാണ് ചാവേറുകൾ എന്ന നാടകം ജനോപകാര കലാരൂപമായി മാറിയത്. സാമൂഹ്യ ദൗത്യം നിറവേറ്റിയ ഈ നാടകം ബോധവൽക്കരണം എന്നതിലുപരി ഒരു അമേച്വർ നാടക ശൈലിയിലാണ് പകൽ വെളിച്ചത്തിൽ തെരുവിൽ അവതരിപ്പിക്കുന്നത്. PV മഹേഷ് കുമാറിൻ്റെതാണ് നാടകരചന. ചാവേറുകൾ സംവിധാനം ചെയ്തത് വിജിൻദാസ് കിനാത്തിലാണ്. P. സത്യനാഥൻ, TV സുധീർ കുമാർ, രാഹുൽ കെ, സനൂപ് ചന്ദ്രൻ, റോഷൻ, അരവിന്ദ്, മിഥുൻ, നിതീഷ്, അനീഷ് എന്നിവരോടൊപ്പം മാസ്റ്റർ അൻവിതും നാടകത്തിലെ കഥാപാത്രങ്ങളാകുന്നു. PP ജയനാണ് സംഗീത സംവിധായകൻ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 15ഓളം സ്ഥലങ്ങളിൽ ഇതിനകം ഉദിനൂർ ജ്വാലയുടെ കലാകാരന്മാർ ഈ നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം 29-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. ജനുവരി 29-ന് ജില്ലയിലെ 44 പ്രാഥമികാരോഗ്യ പരിധികളിൽ വരുന്ന അംഗൻവാടികൾ, കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങൾ, സർക്കാർ, സ്വകാര്യ ആശുപത്രികൾ, തിരഞ്ഞെടുത്ത സ്കൂൾ, വായനശാല, ക്ലബ്ബുകൾ, മദ്രസ തുടങ്ങിയ സ്ഥലങ്ങളിലായി 1190 ബൂത്തുകളിലായി രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ തുള്ളിമരുന്ന് വിതരണം നടത്തുന്നുവെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷനുകൾ, ജില്ലാ അതിർത്തി കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് 28 ട്രാൻസിറ്റ് ബൂത്തുകളും നാടോടിക്കുട്ടികൾ, തെരുവുകുട്ടികൾ എന്നിവരെ ലക്ഷ്യമാക്കി 102 മൊബൈൽ ടീമുകളെയും സജ്ജീകരിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൾസ് പോളിയോ മരുന്ന് വിതരണ കേന്ദ്രങ്ങളുടെ മേൽനോട്ടത്തിനായി 156ഉം ഗൃഹസന്ദർശനത്തിനായി 364 സൂപ്പർവൈസർമാരെയും നിയമിക്കുന്നതാണ്. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നീലേശ്വരം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നടക്കും. P. കരുണാകരൻ MP ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി DMO ഡോക്ടർ AV രാംദാസ്, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ മുരളീധരൻ നെല്ലൂരായ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EV സുഗതൻ, ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുലേഖ, IAP പ്രസിഡന്റ് ഡോക്ടർ ദാമോദരൻ, IMA പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുമാരി, റോട്ടറി ക്ലബ് പ്രസിഡന്റ് രഞ്ജിത് C. നായർ, ജില്ലാ മാസ് മീഡിയ ഓഫീസർ വിൻസെന്റ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. തുരുത്തി കൈരളി വായനശാല ആൻഡ് ഗ്രന്ഥാലയം പരിസ്ഥിതി ബോധവൽക്കരണ സെമിനാർ നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ 2016-17 വർഷത്തെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ബോധവൽക്കരണം. കുടിനീർ പോലും കിട്ടാക്കനിയായി മാറാൻ പോകുന്ന വരും കാലത്തിന്റെ ആകുലതകൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം എന്ന ബോധ്യത്തിൽ നിന്നാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പരിസ്ഥിതി ബോധവൽക്കരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുരുത്തി കൈരളി വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ തുരുത്തിയിൽ നടന്ന സെമിനാർ ഹോസ്ദുർഗ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P. വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ സമരത്തെ അനുകൂലിക്കാൻ, സൈലന്റ് വാലിയെ സംരക്ഷിക്കാനുള്ള ആ ഒരു മൂവ്മെന്റിനെ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അതിനെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായിരുന്നില്ല. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചില പരിസ്ഥിതി പ്രവർത്തകർ, നമ്മുടെ പയ്യന്നൂർ വരെ അതിന്റെ ഒരു പ്രതികരണങ്ങൾ, അനുരണനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സൈലന്റ് വാലി അവിടെ ആ ഒരു പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം നടക്കുമ്പോൾ തുടക്കത്തില് ഈ പ്രവർത്തനങ്ങളിലൊന്നും ആളുകൾ തീരെ ഇല്ലാത്ത നിലയിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഗ്രന്ഥാലയം പ്രസിഡന്റ് TV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് M. ദിവാകരൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. നിലവിലുള്ള പച്ചപ്പെങ്കിലും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം വിശദീകരിച്ചു. A. നാരായണൻ മാസ്റ്റർ, തുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപിക KV ശോഭന, ചെറുവത്തൂർ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ T. തമ്പാൻ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി V. സുകുമാരൻ സ്വാഗതവും ഗ്രന്ഥാലയം ലൈബ്രറിയൻ A. കുഞ്ഞമ്പാടി നന്ദിയും പറഞ്ഞു. വാർത്തകളിൽ ഒരിക്കൽ കൂടി. 68ാമത് റിപ്പബ്ലിക് ദിനാഘോഷം ജില്ലയിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മതേതരത്വം ജനാധിപത്യ സങ്കല്പത്തിന്റെ ഉജ്ജ്വല മൂല്യങ്ങളിലൊന്നാണെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. കേരള മഹിളാ സംഘം കാസർഗോഡ് ജില്ലാ പഠന ക്യാമ്പ് നുള്ളിപ്പാടിയിൽ സമാപിച്ചു. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി മേൽപ്പാലം സ്ഥലം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി.
നാട്ടുകാർക്ക് ദുരിതപർവം തീർത്ത് മഞ്ചേശ്വരം മല്ലുക്കുതി റോഡ് ശോചനീയാവസ്ഥയിൽ. സൗജന്യ വയറിംഗ് സേവനവുമായി കാസർഗോഡ് ഇലക്ട്രിക്കൽ ഡിവിഷൻ ജീവനക്കാർ. വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.